ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിജ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ വീഡിയോ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ ട്രേഡുകളിൽ സെക്കൻഡ് ഇയർ സിലബസിലുള്ള മോഡ്യൂളായ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് CRO ആണ്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അഥവാ CRO നിങ്ങൾക്ക് ഏറെ പരിചിതമാണെങ്കിലും ഈ ഉപകരണത്തിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനായാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് CRO. CRO ഉപയോഗിച്ച് സിഗ്നലിൻ്റെ ആക്യുറേറ്റ് ടൈം, ആംപ്ലിറ്റ്യൂഡ് അഥവാ വോൾട്ടേജ് എന്നിവ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. വേവ് ഫോം ഒബ്സർവ് ചെയ്യാവുന്നതാണ്. CRO is a common laboratory instrument that provides accurate time and amplitude measurements of signals over a wide range of frequencies. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റായ CRO സിഗ്നൽസിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം, ആംപ്ലിറ്റ്യൂഡ് എന്നിവ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ CROയ്ക്കകത്ത് 0 ഹെർട്സ് അഥവാ DC മുതൽ വളരെ ഉയർന്ന ഫ്രീക്വൻസി വരെയുള്ള സിഗ്നലുകളുടെ ടൈമും ആംപ്ലിറ്റ്യൂഡും മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ്സ് റിലയബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ഈസി ഓഫ് ഓപ്പറേഷൻ മേക്സ് ഇറ്റ് സ്യൂട്ടബിൾ ആസ് എ ജനറൽ പർപ്പസ് ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, നമുക്ക് CROയുടെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാം. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, കോംപ്ലിക്കേറ്റഡ് ആയ ഏതൊരു സർക്യൂട്ടിനെയും വളരെ ലളിതമായ രീതിയിൽ വിശകലനം ചെയ്യാനുള്ള ഡയഗ്രമാണ് ബ്ലോക്ക് ഡയഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുന്നത്. അപ്പോൾ CROയുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ആദ്യമായി CRT ആണ്. CRT എന്നാൽ കാഥോഡ് റേ ട്യൂബ്. CROയുടെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് CRT ആണ്. ഈ CRTയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രോൺ ഗണ്ണിൽ ഹീറ്റർ, കാഥോഡ്, കൺട്രോൾ ഗ്രിഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിംഗ് ആനോഡ് എന്നിവ അടങ്ങിയിരിക്കും. അതായത് ഹീറ്റർ, കാഥോഡ്, ഗ്രിഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിംഗ് ആനോഡ് തുടങ്ങിയ ഇലക്ട്രോഡുകൾ അടങ്ങിയ അസംബ്ലിയെയാണ് ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഫങ്ഷൻ? CRTയുടെ ഫോസ്ഫറസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ടാവുന്നതിനായി ഫോക്കസ്ഡ് ആൻഡ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സ് ആണ് ഇലക്ട്രോൺ ഗൺ. അപ്പോൾ എന്താണ്? ഫോസ്ഫറസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സാണ്. എങ്ങനെയുള്ള ഇലക്ട്രോൺ ബീം ആയിരിക്കണം? ആക്സിലറേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ഇലക്ട്രോൺ ബീം ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രോൺ ബീമാണ് നമ്മൾ ഈ യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ വന്ന് പതിക്കുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺ ബീം ഫോസ്ഫറസ് സ്ക്രീനിൻ്റെ മധ്യഭാഗത്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡിസ്പ്ലേ ഒരു സ്പോട്ട് മാത്രമായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, CRO ഓൺ ചെയ്താൽ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും സ്ക്രീനിൽ തെളിയുന്നത് എന്ന്. അതേ
അതേപോലെ തന്നെ ഇൻപുട്ട് കണക്റ്റ് ചെയ്താൽ അതിൻ്റെ വേവ് ഫോം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു സ്പോട്ട് മാത്രമാണ്. ഈ സ്പോട്ടിനെ ഹൊറിസോണ്ടലായി ഫാസ്റ്റായി ഡിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ കാണാം. ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാണ് നമ്മുടെ സ്ക്രീന്. ഈ സ്ക്രീനിൽ ഈ സെൻറ്ററിലായിട്ടാണ് സ്പോട്ട് വീഴുന്നത്. ഈ ബീമിനെ ഇങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിച്ചാൽ നമുക്ക് അതിൻ്റെ സ്പീഡ് കാരണം ഒരു ലൈനായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഈ രീതിയിൽ വേവ് ഫോം കാണുന്നതിന് ഇലക്ട്രോൺ ബീമിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇലക്ട്രോൺ ബീമിനെ വളരെ വേഗത്തിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി ഡിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ ഒരു ലൈൻ കാണാൻ സാധിക്കും. കൂടെ അല്ലെങ്കിൽ ഒപ്പം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ നടത്തിയാൽ, ഇലക്ട്രോൺ ബീമിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് സ്ക്രീനിൽ വേവ് ഫോമും കാണാൻ സാധിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിന്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെൻറ്റിന് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉപയോഗിക്കും. ഇങ്ങനെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഇലക്ട്രോൺ ബീമിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുമ്പോൾ മാത്രമാണ് വേവ് ഫോം കാണാൻ സാധിക്കുന്നത്. അതിനായിട്ടാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും. ഇത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കണ്ടല്ലോ. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ചും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ CROയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സോട്ടൂത്ത് വേവിനനുസരിച്ചും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സോട്ടൂത്ത് വേവ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനു മുൻപായിട്ട് ഈ CROയിലെ എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും CRTയും പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പവർ സപ്ലൈ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പവർ സപ്ലൈ, CROയിലെ പവർ സപ്ലൈയെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുകയാണ്. ഒന്ന് ഹൈ വോൾട്ട് പവർ സപ്ലൈയും രണ്ടാമത്തത് ലോ വോൾട്ട് സപ്ലൈയും. ഈ ലോ വോൾട്ട് സപ്ലൈ ഉപയോഗിച്ചിട്ട് എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും വർക്ക് ചെയ്യുന്നു. CROയ്ക്ക് അകത്തുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വർക്ക് ചെയ്യാൻ ലോ പവർ സപ്ലൈയും ലോ വോൾട്ട് സപ്ലൈയും, CRTയുടെ പ്രവർത്തനത്തിന് ഹൈ വോൾട്ട് സപ്ലൈയും ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോട്ടൂത്ത് വേവ് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ജനറേറ്റ് ചെയ്യുന്ന ടൈം ബേസ് ജനറേറ്ററാണ് ഇത്. ഓക്കെ, ഈ ടൈം ബേസ് ജനറേറ്ററിനെ ട്രിഗർ ചെയ്യിക്കാൻ ഒരു സർക്യൂട്ട് ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ടൈം ബേസ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കാണുന്ന വേവ് ഫോം ഈ രീതിയിലുള്ള വേവ് ഫോമാണ് ടൈം ബേസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വേവ് ഫോമിനെ ആംപ്ലിഫൈ ചെയ്യാൻ, അതായത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഏത് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കാണ് കൊടുക്കേണ്ടത്? ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് ആംപ്ലിഫയർ എന്ന് പറയാം? ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത്? ടൈം ബേസ് ജനറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന
സോ ടൂത്ത് വേവിനെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കണക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കണക്റ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൻ്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന സ്പോട്ട് ഒരു ലൈനായി രൂപപ്പെടുന്നു. കാരണം എന്താണ്? ഈ ടൈം ബേസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത ഫ്രീക്വൻസിക്ക് സോട്ടൂത്ത് വേവിനനുസരിച്ച് ഇലക്ട്രോൺ ബീം ഫാസ്റ്റായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഈ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് നമുക്ക് CROയുടെ പുറത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് പാനലിൽ കാണുന്ന ടൈം പെർ ഡിവിഷൻ എന്ന കൺട്രോൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ലോ സ്പീഡിലോ ഹൈ സ്പീഡിലോ അത് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ടൈം പെർ ഡിവിഷൻ കൺട്രോൾ വരുന്നത് ഈ സെക്ഷനിലാണ്. ഈ സെക്ഷൻ ഏതാണ്? ഹൊറിസോണ്ടൽ സെക്ഷൻ. ഇനി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഡയറക്റ്റായി കണക്റ്റ് ചെയ്യപ്പെടുന്നത് വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്കാണ്. ഓക്കെ, ഈ വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു വൈഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആംപ്ലിഫയർ ആയിരിക്കും. അതായത് ഒരു CRO കൊണ്ട് നമ്മൾക്ക് വളരെ ലോ ഫ്രീക്വൻസി മുതൽ വളരെ ഉയർന്ന ഫ്രീക്വൻസി വരെയുള്ള സിഗ്നലുകൾ മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫ്രീക്വൻസിയിലുള്ള ഏത് ഫ്രീക്വൻസിയിലുള്ള ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലും അവയെല്ലാം തന്നെ ആംപ്ലിഫൈ ചെയ്യാൻ പര്യാപ്തമായ ആംപ്ലിഫയർ ആയിരിക്കണം വെർട്ടിക്കൽ ആംപ്ലിഫയർ. അതായത് വൈഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആംപ്ലിഫയർ ആയിരിക്കണം. ഓക്കെ, ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നൽകുന്നതിന് കുറച്ച് സമയം ഡിലേ ചെയ്യിക്കുന്നതിന് വേണ്ടി ഒരു ഡിലേ സെക്ഷനിലൂടെയാണ് കടത്തിവിടുന്നത്. ഓക്കെ, ഈ ഡിലേ സെക്ഷനിൽ നിന്നാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കണക്ഷൻ വരുന്നത്. ഈ ഡിലേ ലൈനിൻ്റെ ആവശ്യം നമ്മൾ പറയാം. അതിൻ്റെ പർപ്പസ് എന്ത് മാത്രമാണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ അല്പസമയം ഡിലേ ആക്കുക, ഇത്തിരി വൈകിപ്പിക്കുക. അതാണ് ഡിലേ ലൈനിൻ്റെ പർപ്പസ്. ഇനി എന്തിനാണ് ഈ ഡിലേ വയ്ക്കുന്നതെന്ന് അടുത്ത സെക്ഷൻ നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിയും ടൈം ബേസ് ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ സിങ്ക്രണൈസ് ആയാൽ മാത്രമേ കൃത്യമായ വേവ് ഫോം കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ടൈം ബേസ് ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസിയും ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിയും സിങ്ക്രണൈസ് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായ വേവ് ഫോം കാണാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിനു വേണ്ടി വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു കണക്ഷൻ ട്രിഗർ സർക്യൂട്ടിലേക്ക് നൽകുന്നു. ഓക്കെ, ട്രിഗർ സർക്യൂട്ട് ടൈം ബേസ് ജനറേറ്ററിനെ ട്രിഗർ ചെയ്യിക്കുന്നത് ഈ വരുന്ന വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്നും വരുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഇൻപുട്ട് സിഗ്നൽ വെർട്ടിക്കൽ ആംപ്ലിഫയർ വഴി ട്രിഗർ സർക്യൂട്ടിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ രീതിയിൽ ടൈം ബേസ് ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് ആംപ്ലിഫൈ ചെയ്ത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലെത്തുന്നു. അതായത് ഹൊറിസോണ്ടൽ സെക്ഷൻ വെർട്ടിക്കൽ സെക്ഷനെ അപേക്ഷിച്ച് കൂടുതൽ ശ്രമകരമായ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലെത്തുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഹൊറിസോണ്ടൽ സെക്ഷനിൽ ഉണ്ടാവുന്ന ടൈം ഡിലേ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് വെർട്ടിക്കൽ സെക്ഷനിൽ അല്പസമയം ഡിലേ നൽകുന്നത്. ഈ ഡിലേ ഒഴിവാക്കിയാൽ സിഗ്നൽ ലോസ് ഉണ്ടാവുകയും പ്രോപ്പർ ഡിസ്പ്ലേ ലഭ്യമാവാതെ വരികയും ചെയ്യും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗണ്ണുണ്ട്. അതിൽ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ബീം ആക്സിലറേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഇലക്ട്രോൺ ഗണ്ണിനകത്ത് ഹീറ്റർ, കാഥോഡ്, കൺട്രോൾ ഗ്രിഡ്, ഫോക്കസിങ് ആനോഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ് തുടങ്ങിയ ഇലക്ട്രോഡുകളുണ്ട്. കൂടാതെ ഈ ഇലക്ട്രോൺ ബീമിനെ അപ്പ് ആൻഡ് ഡൗൺ ഡിഫ്ലക്ഷൻ സാധ്യമാക്കുന്നതിന് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ലെഫ്റ്റ് ടു റൈറ്റ് ഡിഫ്ലക്ഷൻ സാധ്യമാക്കുന്നതിന് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് ടൈം ബേസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് പ്ലേറ്റിലേക്ക് നൽകുന്നത്. ഈ ടൈം ബേസ് ജനറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നതിനായിട്ട് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്നും ഉള്ള പൾസിൻ്റെ അടിസ്ഥാനത്തിൽ ട്രിഗർ ചെയ്തിട്ടാണ് ടൈം ബേസ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് സിഗ്നൽ വെർട്ടിക്കൽ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം അല്പസമയം ഡിലേ കൊടുത്തിട്ടാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നൽകുന്നത്. അങ്ങനെ ഡിലേ നൽകിയാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നമുക്ക് വേവ് ഫോം കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു CROയുടെ പാർട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ CRT പഠിച്ചു. വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഡിലേ ലൈൻ, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, ടൈം ബേസ് ജനറേറ്റർ, ട്രിഗർ സർക്യൂട്ട്, പവർ സപ്ലൈ, ഇത്രയും സെക്ഷൻസ് നമ്മൾ പഠിച്ചു. ആ സെക്ഷൻസ് കംപ്ലീറ്റ് ആണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോക്കുകളായിട്ട് വിശദീകരണം നൽകിയത്. അപ്പോൾ നമ്മളുടെ ഇതാണ് CRT. CRT ഇത്രയും വലിയൊരു ഡിവൈസാണെന്ന് മനസ്സിലായി. ഇതൊരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ബൾബാണ്. ഇതിനകത്താണ് ഇലക്ട്രോൺ ഗണ്ണും ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഫോസ്ഫറസ് സ്ക്രീനും ഒക്കെ ഉള്ളത്. ഓക്കെ, ഇനി ബാക്കി ഈ കാണുന്ന സംവിധാനങ്ങളാണ്. ഇതിനകത്ത് കാണുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ബാക്കി സെക്ഷൻസ് രൂപപ്പെടുന്നത്. ഈ ഭാഗത്ത് കാണുന്നത് പവർ സപ്ലൈ ആണ്. അതേപോലെ ഈ CRTയുടെ ഇലക്ട്രോഡുകൾക്ക് സപ്ലൈ അല്ലെങ്കിൽ ആവശ്യമായ വോൾട്ടേജുകൾ ഇൻപുട്ടുകൾ നൽകുന്നതിനായിട്ട് ഇവിടെ ടെർമിനൽസ് ഉണ്ടായിരിക്കും, ബേസ് പിന്നിൽ. ഇത്രയുമാണ് ഒരു CROയുടെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള വർക്കിങ്ങും അതിൻ്റെ പാർട്സും. ഓക്കെ, താങ്ക് യു.